ഭാവനാസമ്പന്നമായ ലോകമാണ് സൈബർ ലോകം. സ്വാഭാവികമായും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും സൈബർ കുറ്റകൃത്യങ്ങൾ വലിയ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാക്കുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ സൈബർ നിയമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? ഇതേക്കുറിച്ച് നമ്മോടിപ്പോൾ സംസാരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നിയമവിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ അനീഷ് വി പിള്ളയാണ്. അദ്ദേഹം സൈബർ നിയമങ്ങളിൽ കുറേ കൂടി ആഴത്തിൽ പഠിച്ച ഗവേഷണ ബിരുദമൊക്കെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറേ കൂടി ആഴത്തിലുള്ളതും അർത്ഥവത്തായതുമായൊരു ചർച്ചയായിരിക്കും ഇന്ന് അദ്ദേഹവുമായി നമുക്ക് നടത്താൻ സാധിക്കുക. നമസ്കാരം സാർ. നമസ്കാരം. ജനം ടി വിയിലേക്ക് സ്വാഗതം. താങ്ക് യു. കൂടുതൽ വളച്ചുകെട്ടില്ലാതെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കാലിക പ്രസക്തമായൊരു കാര്യം, കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. ഈ പാറ്റ ഉണ്ടാക്കിയ പ്രശ്നം ചില്ലറയല്ല. അത് വലിയ രീതിയിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് അധികം പ്രചരിപ്പിക്കരുത് എന്ന് നമ്മൾ സംസാരിച്ചതിന് അന്ന് തന്നെ അത് പ്രചരണം വല്ലാതെ രീതിയിൽ ലഭിക്കുകയും ചെയ്തു. എന്താണ് ഈ പാറ്റ പാർട്ടി ഉണ്ടാക്കുന്ന വെല്ലുവിളി? എന്താണ് ആ പാറ്റ പാർട്ടിയുടെ സാധ്യത? എന്താണ്, അല്ലെങ്കിൽ അത്തരമൊരു രീതികളുടെ സാധ്യത എങ്ങനെയാണ് സൈബർ നിയമലോകം കൈകാര്യം ചെയ്യുന്നത്? ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു റെസ്പോൺസ് ആയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തിയൊരു പരാമർശത്തിനെ തുടർന്ന് ഉണ്ടായൊരു റെസ്പോൺസായിട്ടാണ് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ആശയം തന്നെ മുന്നോട്ട് വരുന്നത്. ഇത് നമ്മുടെ സൈബർ ലോകത്ത് ഒരു പരിഹാസം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഇതിനെ ഒരു പ്രൊട്ടസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഒരു പരാമർശം, ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റുവലായിട്ട് ഒരു കേസിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു സംസാരമാണ്. അപ്പോൾ ആ ഒരു പരാമർശത്തിൽ കോക്രോച്ച് എന്ന വാക്കും പാരസൈറ്റ് എന്ന വാക്കും അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. പക്ഷേ അത് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ കരുതിയത് അവരെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നതാണ്, അല്ലെ എല്ലാവരെയും ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു പ്രതിഷേധമാണ്. പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾ സൈബർ ലോകത്ത് വളരെ പോസിറ്റീവായും എന്നാൽ അതിലുപരി നെഗറ്റീവുമായും മാറാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ കൺവെൻഷണലായിട്ടുള്ള പ്രതിഷേധ രീതികളിൽ നിന്ന് മാറി സൈബർ ലോകത്ത് ആൾക്കാരെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കഴിയും. പ്രത്യേകിച്ച് ഈ ജെൻസി അല്ലെങ്കിൽ ഈ പറയുന്ന ജനറേഷനിൽ പെട്ട ആൾക്കാർ എപ്പോഴും സൈബർ വേൾഡുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. കാരണം അവർ ജനിച്ച് വളർന്നത് ഈ സൈബർ ലോകത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ വളരെയേറെ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ് സൈബർ വേൾഡ്. അപ്പോൾ ഒരു ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, അതിൽ എന്തൊക്കെ ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് ഒക്കെ മനസ്സിലാക്കാൻ പലപ്പോഴും പരാജയപ്പെടും. ഇപ്പം ഈ പരാമർശം തന്നെ എടുത്തു നോക്കിയാൽ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ലീഗൽ പ്രൊഫഷനിൽ ഉണ്ടായ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവണതയെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായിരുന്നു അത്. പക്ഷേ ആ പരാമർശത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് സോഷ്യൽ മീഡിയയിൽ വരികയും ഇതിന് കിട്ടിയ ഒരു സപ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മില്യൺ സപ്പോർട്ടാണ് കിട്ടുന്നത്. വളരെ വേഗത്തിൽ ഇതിന് സപ്പോർട്ട് കിട്ടി. എന്തുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കിട്ടി എന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇത് അറിയില്ല. എന്തായിരുന്നു ഈ പരാമർശമെന്ന് പോലും മനസ്സിലാക്കാതെ കൊണ്ട്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ കൊണ്ടാണ് പലരും ഇതിൽ ഭാഗമായത്. പിന്നെ മറ്റു പലരും ഇതിൽ ഭാഗമായത് ഒരു കൗതുകത്തിനാണ്. ജെൻസി ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനെ പറ്റി ആരോ എന്തോ പറഞ്ഞു എന്ന് നമ്മളും അതിൻ്റെ ഭാഗവാക്കായേക്കാം എന്നുള്ള കൗതുകത്തിൻ്റെ പുറത്ത് കയറിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു റെസ്പോൺസീവായിട്ടുള്ള ജനതയുണ്ട് എന്ന്, അല്ലെങ്കിൽ യുവജനങ്ങൾ റെസ്പോൺസീവ് ആകും എന്ന് നമ്മുടെ ബന്ധപ്പെട്ട അധികാരസ്ഥാനത്തിരിക്കുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. കാരണം നമ്മൾ പഴയ കാലത്ത് നിന്നും പുതിയ കാലത്തിലേക്ക് സൈബർ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ ഭാഗമായിട്ടൊരു ട്രാൻസിഷന് വരുമ്പം നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ട ചില മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളാണ് ഈ പറയുന്ന പുതിയ ജനറേഷൻ ആഗ്രഹിക്കുന്നത്. അത്തരം മാറ്റങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ വാചകങ്ങളും നമ്മുടെ വാക്കുകളും ഒക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജനത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജനറേഷൻ വളരെ കൃത്യമായി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരും ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെയുള്ള പൊതുസമൂഹവും ഡിജിറ്റൽ വേൾഡിലെ ഇടപെടലുകളിലുള്ള പരമ്പരാഗതമായ ചിന്താഗതികൾ മാറ്റിവെച്ച് വളരെ നല്ല രീതിയിൽ ഫലപ്രദമായി
ഈ ജനറേഷനെയും കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇടപെടാനായിട്ട് കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. എന്നാൽ ഈ പ്ലസ് പോയിന്റിനേക്കാൾ ഉപരി ഇതിനൊരു വലിയ ദൂഷ്യവശമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടു ഇതിന് കിട്ടിയ ഒരു സപ്പോർട്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഇതിൻ്റെ വ്യാപ്തി എന്താണെന്നോ അറിയാതെ കണ്ടും ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടുമാണ് നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനകത്തിലേക്ക് എടുത്ത് ചാടിയത്. അപ്പോൾ ഇതിൽ സംഭവിക്കാവുന്നൊരു പ്രശ്നം, എപ്പോഴാണ് ഒരു മാസ് ക്യാമ്പയിൻ നടക്കുന്നത്, അതൊരു പ്രൊട്ടസ്റ്റായിട്ട് മാറുകയാണ് എങ്കിൽ അതിനൊരു ലക്ഷ്യങ്ങൾ വേണം. ഇപ്പം നമ്മൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരികയാണെങ്കിൽ, അവരുടെ അജണ്ട എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആവശ്യകത എന്താണ്? അവർ പറഞ്ഞിരിക്കുന്ന ആവശ്യകതയും ഇന്നത്തെ ജനറേഷൻ നേരിടുന്ന പ്രശ്നങ്ങളും തമ്മിൽ നേരിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഒരു തമാശയ്ക്ക് ഞാനും കയറി നോക്കി എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ജഡ്ജസ് റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നീട് അവരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യരുത് എന്നാണ്. പിന്നെ ഒരാവശ്യം കണ്ടത് 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തണമെന്നാണ്. മറ്റൊരാവശ്യം കണ്ടത് ആൻറ്റി ഡിഫെക്ഷൻ, അതായത് കൂറുമാറ്റമൊക്കെ നടക്കുന്ന സമയത്ത് അവരെ വർഷങ്ങളോളം അല്ലെങ്കിൽ 20 വർഷത്തോളം അതിൽ നിന്ന് മാറ്റി നിർത്തണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുമ്പം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഇതിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ ഒന്നും ഇവർ അത്ര കണ്ട് ബോധവന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഭരണഘടനയിലെ പ്രൊവിഷനാണത്. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താ? വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ, സമൂഹത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള ആൾക്കാരെ, അവരുടെ സേവനം നമുക്ക് രാജ്യസഭയിൽ ഉപയോഗിക്കാം. അപ്പം ഒരു ജഡ്ജ് റിട്ടയർ ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം രാജ്യസഭയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു ആവശ്യത്തിനെതിരെ നമ്മളൊരു പ്രൊട്ടസ്റ്റ്, ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൽ എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിൽ വരാവുന്ന ഒരു ഏറ്റവും ദൂഷ്യവശം എന്ന് പറയുന്നത്, എപ്പോഴാണോ മാസ് ക്യാമ്പയിൻ നടക്കുന്നത് അതിനൊരു നല്ല ലീഡർഷിപ്പ് വേണം, അതിനൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ വേണം. ഇല്ല എങ്കിൽ ഇത്തരം മൂവ്മെൻറ്റിലേക്ക് ആൻറ്റി സോഷ്യലായിട്ടുള്ള എലിമെൻസിന് ഇൻവോൾവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഏതൊരു പ്രൊട്ടസ്റ്റ് ആണെങ്കിലും ആരാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നും അവർക്ക് എന്താണ് അജണ്ടയെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടെ മുഖമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഫേക്ക് ഐ ഡിയിലൂടെ വേണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കുക ഇതിന്. അങ്ങനെ വരുമ്പം ആരാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല, അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയില്ല. അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടി ഇത്തരം ഒരു ക്യാമ്പയിൻ വന്നാൽ പോലും അതിനെ മോശം ലെവലിലേക്ക് കൊണ്ടുപോകാനായി, അല്ലെങ്കിൽ അതിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും മറ്റ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം മാസ് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, പെട്ടെന്ന് ആളെ സംഘടിപ്പിക്കുകയും അതിനെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമത്തിനെതിരാകുന്ന രീതിയിൽ ഇതിനെ കൊണ്ടുപോകാനും കഴിയും. അപ്പം എന്താണ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ മാറുന്ന കാലയളവ് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ കാലയളവിൽ ഇത്തരം മാസ് മൂവ്മെൻറ്റ്സിന് ഒരു റെസ്ട്രിക്ഷൻ ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ പറയുമ്പം റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, അത് എല്ലാവർക്കും ഉള്ള അവകാശമാണ്, നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷേ ആ ഒരു ഫിസിക്കൽ വേൾഡിലെ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിലേക്ക് അതേപോലെ കൊടുക്കണോ വേണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ റെഗുലേഷൻ കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ ഉദ്ദേശിക്കുന്ന റെഗുലേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ, അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ അതല്ലെങ്കിൽ ഈ സൈബർ ഇടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ ബോധ്യങ്ങൾ, ആ ബോധ്യങ്ങളുടെയൊക്കെ ആ ഒരു അളവ്, ആ അളവ് അതുപോലെ തന്നെ ഇതിൽ വേണ്ട, ഈ സൈബർ ലോകത്ത് വേണ്ട ഒരു റെസ്ട്രിക്ഷൻ വേണമെന്നാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും അത് നടപ്പാക്കാൻ സാധിക്കുക? നിയമം വഴി അത് നടപ്പാക്കാൻ പറ്റുമോ നിലവിലെ സാഹചര്യത്തിൽ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശം. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എത്രയാണോ, എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായാൽ അത് സമൂഹത്തിന് ദോഷമാണ്. അവിടെയാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, ഇതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പബ്ലിക്കിനെ ദോഷമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസൈറ്റ്മെൻറ്റ് ഓഫ് ക്രൈം, അല്ലെങ്കിൽ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നത്, ഈ രീതിയിലൊന്നും നമുക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് ആണെങ്കിലും നമുക്ക് പരമായ രീതിയിൽ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ തന്നെ എടുക്കാം. ഇതിൽ ഒരാളാണ് ഇതിൻ്റെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുന്ന ആളല്ല, അദ്ദേഹം മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന ആളാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരാണെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും അറിയില്ല. ഏതോ അക്കൗണ്ടിൽ നിന്ന് ആരൊക്കെയോ ആണിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആൾക്ക് പോലും കൂടെ ആരാണ് എന്നറിയില്ല.
ഇപ്പം നമ്മളൊരു സംഭവം ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ലീഡറുണ്ട്. ഒരു ഫിസിക്കൽ വേൾഡിലെ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവിടെ ഒരു ലീഡറുണ്ട്. ആ ലീഡറിൻ്റെ കൺട്രോളിലാണ് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റിൻ്റെ വ്യാപ്തി അഥവാ എന്തെങ്കിലും ഇല്ലീഗൽ കാര്യങ്ങൾ നടന്നാൽ ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതെല്ലാം ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഏതോ ഒരാൾ എവിടെയോ ഇരുന്ന് ഒരു പ്രൊട്ടസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. അതിനെ ഏറ്റെടുക്കുന്നത് ആരാണെന്നറിയില്ല. ആരാണെന്നറിയാതെ കണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് കൊടുക്കണം. നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആരാണെന്ന് അറിയണ്ടേ ഗവൺമെൻറ്റിന്? ഒരു ഭരണ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നും എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നും അറിയേണ്ടതുണ്ട്. അതറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരം പ്രൊട്ടസ്റ്റുകളെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അത്തരം പ്രൊട്ടസ്റ്റുകളെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റെസ്പോൺസിബിൾ സോഷ്യൽ മീഡിയ ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ റെസ്പോൺസിബിളായ സമൂഹ മാധ്യമത്തിലെ അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ എല്ലാം റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ്. ഇത് ഒരു രാഷ്ട്രീയ ബോധ്യമില്ലാത്തൊരു സമൂഹമാണ് ജെൻസി എന്നതുകൊണ്ട് ഇതൊരു പ്രതികൂല ഘടകമാണ്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. കൃത്യമായി വോട്ടെടുപ്പിനെ ചെറുപ്പക്കാരെത്തുന്നില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പോലും ഒരു പ്രശ്നമായി കണ്ടെത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ ബോധ്യമില്ലാത്തൊരു തലമുറ വളർന്നു വരുമ്പോൾ വരുന്നൊരു വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടതായി ഇത് മാറാനുള്ളൊരു സാധ്യതയില്ലേ? അത് നമ്മൾ രണ്ട് വശമുണ്ട് അതിനകത്ത്. നമ്മുടെ ഈ ജനറേഷൻ, ജെൻസി ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാവരും രാഷ്ട്രീയ ബോധ്യം ഇല്ല എന്ന് നമുക്കൊരു അഭിപ്രായമില്ല. അതിൽ നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ അവരെ ഓവർകം ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണെന്നുള്ളതാണ്. ഒരു ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ വരുമ്പോൾ നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടും. ആരോ ഒരാൾ ഒരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിനകത്തിൽ പല രീതിയിലുള്ള കമൻറ്റ്സ് വരുന്നു. അത് എത്ര നല്ല പോസ്റ്റ് ആണെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സും ഉണ്ടാവും, പോസിറ്റീവ് കമൻറ്റും ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു സൈഡ് പിടിക്കുന്നവരായി ഈ ജനറേഷൻ മാറിയാൽ അപകടമാണ്. അവർ സ്വയം ചിന്തിക്കുക. ഇപ്പം നമ്മുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആശയം തന്നെ വന്ന സാഹചര്യം എന്തുകൊണ്ട് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. പിന്നീട് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തു ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞത്. അത് രാജ്യത്തെ ജെന്നിസെഡുമായിട്ട് അതിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം പറഞ്ഞതൊരു കോണ്ടെക്സ്റ്റ് മാത്രമാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാകില്ല. അവരാ വാചകത്തിനെ മാത്രം എടുക്കും, അല്ലെ അതിൽ ഏതെങ്കിലും ഒരു വാക്കിനെ മാത്രം എടുക്കും. നമ്മളിപ്പോൾ ഏതൊരു ഡിസ്കഷനിലാണെങ്കിലും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പക്ഷേ ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഡിസ്കഷൻ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ രാഷ്ട്രീയ ബോധ്യത്തിനോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ ബോധ്യത്തിനെ നിർണ്ണയിക്കുന്ന ആരാണെന്നുള്ള ഒരു പ്രശ്നം വരും. ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാർ എന്തോ ഒരു നരേറ്റീവ് എഴുതുന്നു, അതാണ് ശരി എന്ന് വിശ്വസിക്കുന്നതാണ് അപകടം. അപ്പോൾ ജെൻസി അല്ലെങ്കിൽ ഈ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഫാക്ട്സ് ഒക്കെ ചെയ്യാൻ അവർക്ക് പറ്റണമെന്നില്ല. പക്ഷേ അവർ സ്വയം ഒന്ന് ചിന്തിക്കുക, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞത്. അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഇട്ട ആളാരാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ മുൻകാല ഇടപെടലുകൾ എന്താണ്, എങ്ങനെയാണ് ഈ സെൻറ്റൻസിലേക്ക് എത്തുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ യാഥാർത്ഥ്യം, അത് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകുന്നത് തന്നെ ഒരു രാഷ്ട്രീയ ബോധ്യമാണ്. ആ ചിന്ത ഇല്ലാത്തതാണ് അപകടം. ഒരു പോസ്റ്റ് കണ്ടു നേരെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാണ്, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്റ്റ് അർത്ഥം മാത്രം വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങ് പോവുകയാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതൊരു ഒരു തരത്തിലൊരു അരാഷ്ട്രീയമായ ചിന്താഗതിയാണ്. ആ ചിന്താഗതി മാറ്റിയാൽ മതി. വരികൾക്കിടയിലൂടെ വായിക്കുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്. തീർച്ചയായും. അതാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പം ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം ചിന്തിക്കണം. അത് പഴയ ജനറേഷൻ ആണെങ്കിലും പുതിയ ജനറേഷൻ ആണെങ്കിലും ഒരു നിമിഷം അത് എന്താണ് ആ സ്റ്റേറ്റ്മെൻ്റ് എന്നൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രശ്നം അവിടെ തീരും. 3-ാം സ്ഥാനത്താണ് കേരളം സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ എന്ന കണക്കാണ് പുറത്തു വന്നത്. ഈ കേരളത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ ആഘാതം എങ്ങനെയാണ്? കേരളത്തിൽ ഞാൻ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ച്, എന്തുകൊണ്ടാണ് കേരളത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് എന്നാണ് ആദ്യം ആലോചിച്ചത്. അതിനെനിക്ക് കിട്ടിയ ഉത്തരം, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ ഉത്തരം എന്ന് പറയുന്നത്, കേരളത്തിൽ കൂടുതലായി സൈബർ വേൾഡിൽ ആൾക്കാർ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻ്റ് ആണെങ്കിലും മറ്റ് രീതിയിലാണെങ്കിലും സൈബർ ഇടത്ത് കൂടുതലും ഇടപെടലുകൾ നടത്തുന്നത് മലയാളികളാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കാരണം ഇടപെടലുകൾ ഇല്ല എങ്കിൽ ക്രൈമില്ല. ഇടപെടലുകൾ കൂടി, ഇപ്പം 1-ാം സ്ഥാനത്തിരിക്കുന്ന കർണാടക എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ തെലുങ്കാന എടുത്ത് നോക്കിയാലും ഇവിടെയൊക്കെയാണ് കൂടുതൽ ഇടപെടലുകൾ നടക്കുന്നത്. ഇനി അതിൽ വേറൊരു കാരണം ഞാൻ കണ്ടുപിടിച്ചത് എന്തുകൊണ്ടായിരിക്കാം, അത് നമ്മുടെ ലിറ്ററസിയാണ്.
നമ്മുടെ ഒരു 100% ലിറ്ററസിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കൊണ്ടാണ് നമ്മൾ കൂടുതലായി ഇടപെടലുകൾ നടത്തുന്നത്. അപ്പോൾ കൂടുതലായി ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്കുള്ളൊരു പരാജയം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ എല്ലാ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും. പക്ഷേ ഇതിലെ ഏറ്റവും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം മൊബൈൽ ഫോണിനെ പറ്റി അറിവുള്ളവരാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. ഇപ്പം നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന മൊബൈൽ, ഇതിലെ എല്ലാ ആപ്ലിക്കേഷനെയും പറ്റി നമുക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്കറിയില്ല ഇതിനെപ്പറ്റി. നമുക്കതിനെപ്പറ്റി അറിയാം, കോള് വിളിക്കാൻ അറിയാം, വാട്സപ്പിൽ മെസ്സേജ് വന്നാൽ എടുക്കാൻ അറിയാം, മെസ്സേജ് അയക്കാൻ അറിയാം. പക്ഷെ അതിൽ ഇൻബിൽറ്റായിട്ടുള്ള കുറേ ടാബുകളുണ്ട്. ഇതെന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഇടപെടലുകൾ നടത്തും. അപ്പോൾ പ്രശ്നം സംഭവിക്കുന്നത് നമ്മളെക്കാട്ടി അറിവുള്ള ഒരാൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവും, അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ കൂടുന്നതെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളാണ് ഞാൻ കണ്ടെത്തിയത്. ഒന്ന്, കൂടുതലായി നമ്മൾ ഇടപെടുന്നു. 2, നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഇടപെടുമ്പോൾ നമുക്ക് വേണ്ടത്ര നോളജ് ഇല്ല. നമ്മൾ നമ്മുടെ ചെറിയ അറിവ് വെച്ചുകൊണ്ടാണ് ഇപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈമുകൾ എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ളതാണെങ്കിലും മറ്റു രീതിയിലുള്ള ചീറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രൈം. അതെങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പാസ്വേഡ് ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ OTP ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ഒരാൾ വിളിച്ചിട്ട് ബാങ്കിൽ നിന്നാണെന്ന് പറയുന്നു, നമ്മൾ അയാളെ വിശ്വസിക്കുന്നു, നമ്മൾ OTP ഷെയർ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നു. അപ്പം നമ്മൾക്ക് എന്താണ് അറിയേണ്ടത്? നമ്മൾ ഇത്തരം OTP ഷെയർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പാസ്വേഡ് ഷെയർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അൺസെക്യൂർ ആയിട്ടുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു അറിവ് നമ്മൾക്ക് ഇല്ലാതെ പോകുന്നു. ഈ അറിവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ താരതമ്യേന ക്രൈമുകൾ എല്ലാം തന്നെ ഇല്ലാതെ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പലതവണ ഞാൻ പോലും വാർത്ത ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഈ മ്യൂൾ അക്കൗണ്ട്. സാർ ഇപ്പോൾ പരാമർശിച്ച അക്കൗണ്ടുകളുടെ വിഷയങ്ങൾ. ഈ അക്കൗണ്ടുകൾ സാധാരണഗതിയിൽ ഏത് രീതിയിലാണ് അത് ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യം? അതായത് നിലവിൽ സാഹചര്യത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവങ്ങൾ ഉണ്ടാകും, മരണമുണ്ടാകുമ്പോൾ അവരുടെ ഈ ജീവിച്ചിരിപ്പില്ലാത്തവരുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഫ്രോഡിലൂടെ അത്തരത്തിൽ അക്കൗണ്ടുകൾ കണ്ടെത്തി അങ്ങനെ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ നേരിട്ട് ബാങ്കുകൾക്ക് സാധിക്കില്ലേ? ബാങ്കുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമതായിട്ട് എല്ലാ അക്കൗണ്ടുകളും വെരിഫൈ ചെയ്യാം. ഇപ്പം പല ബാങ്കുകളും കണ്ടിന്യൂസ് ആയിട്ട് KYC അപ്ഡേഷൻ പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് സ്ട്രെങ്തൻ ചെയ്താൽ മാത്രം മതി. KYC അക്കൗണ്ട് സ്ട്രെങ്തൻ ചെയ്യുക, പിന്നെ മരണപ്പെട്ടവരുടെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുക. ഇതിന് രണ്ടും ചെയ്യാവുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഈ ബാങ്ക് അക്കൗണ്ടിൽ കൂടി മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ തട്ടിപ്പ് ഇന്നത്തെ അവസ്ഥയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അത് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ, അതിനൊരു മിസ്യൂസ് നടക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ നമുക്ക് ഒഴിവാക്കാം. ഫിനാൻഷ്യൽ തട്ടിപ്പുകളുടെ കാര്യം പോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ്, പ്രധാനമന്ത്രി പോലും മൻ കി ബാത്തിൽ, ഞാനതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് മൻ കി ബാത്തൊക്കെ, ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു നിയമമില്ല, അങ്ങനെ ഒരു ഇടപാടേ ഇല്ല എന്ന്, ഇന്ത്യയിലില്ല എന്ന്, കൃത്യമായി ലോകത്ത് എവിടെയും ഇല്ല എന്ന് പ്രധാനമന്ത്രി പോലും പറഞ്ഞിട്ടും പിന്നെയും കുറേ തവണ ഈ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ വിഷയങ്ങൾ വന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾ, പ്രായമായവരെ തട്ടിക്കുക, ഇതൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിനെ എങ്ങനെയാണ് അതിനെ നമുക്കൊന്ന് പ്രതിരോധിക്കാൻ സാധിക്കുക? പ്രായമായവർക്ക് അവർ ഈ OTP പെട്ടെന്ന് അയച്ചു തരൂ എന്നൊക്കെ പറയുമ്പോൾ അവരത് അയച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനെ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ഡിജിറ്റൽ അറസ്റ്റും ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ടാണ് അതിൻ്റെ പ്രധാന സോഴ്സ്. ഈ ബാങ്ക് അക്കൗണ്ടുകളെ റെഗുലേറ്റ് ചെയ്യുന്നതോടുകൂടി ഡിജിറ്റൽ അറസ്റ്റും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതല്ല എങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിക്റ്റിമായിട്ടുള്ളവർ ഒരു ഏജ് കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ പല മേഖലയിലുള്ളവരായിരിക്കും. ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തവരാണ്. ഈ ധാരണ ഉള്ളവരാണെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും കണ്ടാലും മൈൻഡ് ചെയ്യണമെന്ന് പോലും ഇല്ല. പക്ഷെ ധാരണ ഇല്ലാത്തവരാണ്. ആ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10 വർഷത്തേക്ക് മാത്രമേ ഇത്തരം സൈബർ ക്രൈമുകൾ നിലനിൽക്കുകയുള്ളൂ. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ സൈബർ ക്രൈമുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇല്ലാതെ ഉണ്ടാവും. ഇന്ന് നമ്മൾ കാണുന്ന സൈബർ ക്രൈമുകളെല്ലാം തന്നെ ഇല്ലാതെ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈബർ ക്രൈമുകളിലെ വിക്ടിംസ് എന്ന് പറയുന്നത് പലരും പഴയ ജനറേഷനിൽപ്പെട്ടവരാണ്. ഒരു 10 അല്ലെ 15 വർഷത്തിനുള്ളിൽ ഇനി വരുന്ന ആൾക്കാർ അവർ പുതിയ ജനറേഷനാണ്. അവർ ഈ ടെക്നോളജിയോടൊപ്പം വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജെൻസിയിൽപ്പെട്ട ഒരാൾ ഡിജിറ്റൽ അറസ്റ്റിൽ വിക്ടിം ആകില്ല. കാരണം അവനറിയാം ഇതെന്താണ് സംഭവം എന്നറിയാം. അപ്പോൾ ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതെ ഉണ്ടാവും. എന്നാൽ നിലവിൽ എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക,
എല്ലാ ഫേക്ക് അക്കൗണ്ടുകളും മിസ്യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമതായിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. ഇങ്ങനെ ഒരു സംവിധാനമില്ല. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ചാനലുകളിലാണേലും അതുപോലെ മീഡിയയിലാണേലും മറ്റ് സിനിമ തിയേറ്ററുകളിലാണേലും ഒരു വാണിംഗ് പോലെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് നോട്ടീസ് പോലെയോ ഒക്കെ കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും ചില ആൾക്കാർ ഇതിൽ വിക്ടിമാവും. അതിനകത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നത് ബാങ്കുകൾക്ക് മാത്രമാണ് ചെയ്യാൻ കഴിയുക. തീർച്ചയായും മറ്റൊരു പ്രധാന വിഷയം AI കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡീപ്പ് ഫേക്കുകളുടെ കാലമാണ്. ഇതും പൊരുതേണ്ട ഒരു സാഹചര്യമാണ്. എന്താണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ എങ്ങനെയാണ് ഡീപ്പ് ഫേക്ക് എന്നതിനെ ആ വാക്ക് വന്നത് എങ്ങനെയാണ്, അതിനെ നിയമം എങ്ങനെയാണ് നിർദ്ധാരണം ചെയ്യുന്നത്? നിയമത്തിൽ നിലവിലൊരു വ്യാകരണമോ അല്ലെങ്കിൽ ഒരു അർത്ഥമോ ഇതിനില്ല. നിയമത്തിൽ നേരിട്ട് പറയുന്നില്ല. ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ള ഒരു വീഡിയോ അതിലേക്ക് മറ്റൊരാളുടെ ഫേസ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ബോഡി കയറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സംഭവം. എന്നിട്ട് അത് അയാളുടെ ആണ് എന്ന് തെറ്റിദ്ധാരണ പരത്തുക. ഇതിൽ നമ്മുടെ ഗവൺമെൻറ്റിന് വളരെയധികം റോളുണ്ട്. നിലവിൽ ഇത്തരം AI ടൂളുകൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം AI ടൂളുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നതിൽ ഒരു റെഗുലേഷൻ കൊണ്ടുവരാം. എപ്പോഴൊക്കെയാണോ ഇത്തരം ടൂളുകൾ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നത് ആ ടൂളിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു വാട്ടർമാർക്ക് വരുന്ന സംവിധാനം മാൻഡേറ്ററി ആക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആനിമൽസ് അതിനെ നമ്മൾ ഹാം ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഒറിജിനൽ ആനിമൽസോ അല്ല എന്ന് എഴുതി കാണിക്കും. എന്ന് പറയുന്ന പോലെ ഏതൊരു വീഡിയോയും ഇത്തരം ടൂളുകൾ വഴി നിർമ്മിക്കുന്നതാണെങ്കിൽ അതിലൊരു വാട്ടർമാർക്ക് വരണം. അത് ഏത് ടൂൾ വഴിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നും ഇതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതോ ഇത് ഒറിജിനൽ വീഡിയോ ആണോ എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു വാട്ടർമാർക്ക് അതിൽ മാൻഡേറ്ററി ആക്കണം. അത് നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു നിയമം വഴി കൊണ്ടുവരാവുന്നതുള്ളൂ. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സംവിധാനം ഒഴിവാകും. പിന്നെയുള്ള ഡീഫേക്കുകൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്ന ഇതായിരിക്കും. പക്ഷേ നമ്പർ കണ്ടമാനം കുറയ്ക്കാൻ പറ്റും. നിലവിലത്തെ അവസ്ഥയിൽ ആർക്കും ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതിൽ വാട്ടർ മാർക്കിങ്ങും മറ്റ് സംവിധാനങ്ങളും ഇല്ല. ഇതാരാണ് ക്രിയേറ്റ് ചെയ്തതോ ഏത് ടൂൾ ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്തതെന്നോ കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഈ ടൂൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസികൾക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനുള്ള സംവിധാനം അവർ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനിങ്ങനെ കേട്ടു ജനറേറ്റീവ് AI ഒരു സെൻറ്റൻസ് അല്ലെ ഒരു പാരഗ്രാഫ് നമ്മൾ ജനറേറ്റീവ് AI വഴി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ജനറേറ്റീവ് AI വഴി ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് അതിനകത്തിൽ അറിയാൻ പറ്റും എന്ന രീതിയിൽ അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു രീതിയിൽ ഇത്തരം വീഡിയോ ഉണ്ടാക്കുന്ന ടൂളുകൾ ഒരു വാട്ടർ മാർക്കിംഗ് സംവിധാനം കൊണ്ടുവന്നാൽ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അതല്ല എങ്കിൽ ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇത് ഈ വാട്ടർ മാർക്കിംഗ് ഒരു സംവിധാനം ഈ അടുത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഇനീഷ്യേറ്റീവിൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഒരു ഇത് നടത്തിയിരുന്നു. പക്ഷേ അത് എത്രത്തോളം നടപ്പിൽ വരുമെന്നറിയില്ല. ഇത് പ്രായോഗികമായി വല്ല ബുദ്ധിമുട്ട് സാങ്കേതികമായി വലിയ അധ്വാനമുള്ള ജോലി അല്ലല്ലോ അത്. ഇപ്പം നമ്മൾ പല ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ നിത്യേന പല ടൂളുകൾ ഓൺലൈനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ PDF നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഒരു വേർഡ് ഡോക്യുമെൻറ്റിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ദിസ് ഡോക്യുമെൻറ്റ് ഈസ് കൺവേർട്ടഡ് ബൈ സോ ആൻഡ് സോ സോഫ്റ്റ്വെയർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ ആ ടൂൾ ഉപയോഗിച്ചാണ് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തതെങ്കിൽ അതിൻ്റെ അടിയിൽ ഇത് വരും. അതേപോലെ തന്നെ ചില സ്കാൻ ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. PDF ആയിട്ട് സ്കാൻ ചെയ്യുന്ന അല്ലെങ്കിലോ അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഇത് വരും. ഓട്ടോമാറ്റിക്കലി ഈ ഒരു വാട്ടർ മാർക്കിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് ടൂളാണോ ഡീഫേക്കിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വീഡിയോയെ മോഡിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് അത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ മാൻഡേറ്ററി ആയിട്ട് ഈ ഒരു ടാഗും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതിയാണെങ്കിൽ സംഭവം നമുക്ക് ഒഴിവാക്കാം. ആ വാട്ടർ മാർക്കിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്താം. 1 ഏത് ടൂളാണ് ഉപയോഗിച്ചതെന്നുള്ളത്. 2 ഇതിൻ്റെ ലൊക്കേഷൻ ഉപയോഗിക്കാം, ജിയോ ടാഗ്ഡ് ലൊക്കേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ആരുടെ അക്കൗണ്ട് വഴിയാണ്. കാരണം ഈ ടൂളുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇത് ചെയ്യുന്നതെന്ന് വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ടൂൾ ഉപയോഗിച്ചാണ്, അതിൽ ജിയോ ടാഗ് ഉണ്ട്, ഏത് ലൊക്കേഷനിൽ നിന്നാണ്, ആരുടെ അക്കൗണ്ട് വഴിയാണ്, ഇത് 3ഉം അതിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഇത് 3 റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ നോർമൽ ലെവലിൽ ഇത് ഉപയോഗിക്കുന്നത് ഒഴിവാകും. അപ്പോൾ അങ്ങനെ 3ഉം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഡീപ്പ് ഫേക്ക് വീഡിയോ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫേക്ക് വീഡിയോ വരികയാണെങ്കിൽ ആ 3 വിവരങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് കൊണ്ടുവരാനും പറ്റും. ഇത് ഡീപ്പ് ഫേക്ക് ആണ് എന്ന് കണ്ടുപിടിക്കാനും പറ്റും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ കാണുമ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല.
ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചില വീഡിയോകൾ കാണുമ്പം പുതിയ ജനറേഷൻ ആണെങ്കിൽ പറയും ഇത് ഫേക്ക് ആണെന്ന് പറയും, പഴയ ജനറേഷൻ അത് കണ്ടിട്ട് അത് ഒറിജിനലാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെയാണ് ഈ വാട്ടർ മാർക്കിങ് വന്നു കഴിഞ്ഞാൽ ഇത് കാണുന്ന വീഡിയോ ഒറിജിനലാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഡിജിറ്റൽ ലോകത്തിൻ്റെ വിശാലമായൊരു സാധ്യതകളും അതുപോലെ തന്നെ അതിൻ്റെ സങ്കീർണതകളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്ത് തന്നെയായാലും വലിയ ഇൻഫോർമേറ്റീവ് ആയിപ്പോയി നമ്മളുടെ ചർച്ചകൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.